ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ പരിപ്പ് എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ സ്ഥലമാണ്. പരിപ്പ് മാറിയിട്ട് പരിപ്പായതാണല്ലോ, പരിപ്പ് കറി കൂടുതൽ കഴിക്കുന്നതുകൊണ്ടല്ല കേട്ടോ. അപ്പം ഈ സ്ഥലത്തെ ഒരു കലാകാരനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. ഇതാണ് ആളുടെ വീട്. അച്ചൻകുഞ്ഞെന്നാണ് ചേട്ടൻ്റെ പേര്. അച്ഛന്മാർക്കും കുട്ടികൾക്കും മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ചെടികളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ തന്നെ ആദ്യം കുറേ ശില്പങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കിത് എന്തൊക്കെയാണെന്ന് ഈ ചേട്ടനോട് തന്നെ ചോദിക്കാം. കുറേ പന്തലൊക്കെ ഇട്ടിട്ട് കുറേ ചെടികൾ കാണുമ്പോൾ തന്നെ അറിയാം കുറേ നാളത്തെ പരിശ്രമം കൊണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും വെയിലൊന്നും ഇല്ലാതെ നല്ല തണലായിട്ട് വീടൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ കസിൻ ബ്രദറാണ് ഫെബിൻ. ഇനി നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഈ വരുന്നതാണ് നമ്മുടെ അച്ചൻകുഞ്ഞ് ചേട്ടൻ. അപ്പോൾ ചെടികളും കായ്ഫലങ്ങളും ഒക്കെ ആയിട്ട് മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു മുറ്റത്ത് ചേട്ടൻ ഒരുക്കിയിരിക്കുന്ന കലാകൗതുകങ്ങളെക്കുറിച്ച് നമുക്ക് ചേട്ടനോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. ഇത് ഈ ടാപ്പില്ലേ, ആ ടാപ്പുണ്ടല്ലോ, ഇവിടുന്ന് വിടുന്ന വെള്ളത്തിന് അവിടെ കണക്ഷൻ ഇല്ല. ഈ വെള്ളത്തിന് അവിടെ കണക്ഷൻ ഇല്ല. പക്ഷേ ഈ കുതിര ഇങ്ങനെ ഓടും, അന്നേരം ഈ ടാപ്പിൽ കൂടെ വെള്ളം വരും. മനസ്സിലായി? നോക്കണം, ആ കുതിര നോക്കിക്കേ, കുതിര ഓടുന്നുണ്ടോ ടാപ്പിൽ വെള്ളം വരുന്നത്. ഈ വേറെ നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഇതിൻ്റെ കണക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ചുമ്മാ വെച്ചിരിക്കുന്നത് കണ്ടോ കണ്ടോ, അത് ഇത് പിടിപ്പിക്കാൻ വേണ്ടി കണ്ടോ. ഈ നീല വയറോ ആ വെള്ളം വെളിയിലോട്ട് പോണതാ. ഇവിടെ അറ്റത്തൊന്നുമില്ല. ഇതോ അതിവിടുന്ന് വെള്ളം കൂടെ വരുന്നതല്ല, കുതിര ആ പമ്പ് കറക്കാൻ. കുതിര കറങ്ങുമ്പോൾ ആ ടാപ്പിൽ കൂടെ വെള്ളം വരും. മനസ്സിലായി? കുതിര കറങ്ങി കഴിയുമ്പോൾ ഈ ടാപ്പിൽ കൂടെ വെള്ളം വരും. ചേട്ടൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ കുതിരയിലേക്ക് മാത്രമാണ് വെള്ളത്തിൻ്റെ കണക്ഷൻ ഉള്ളത്, പൈപ്പിലേക്ക് കണക്ഷൻ ഇല്ല. പക്ഷേ കുതിര കറങ്ങി കഴിയുമ്പോഴത്തേക്ക് പൈപ്പിൽ കൂടെ വെള്ളം വരും. അതാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന്. ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇതാ സംഗതി, ഇതാ അതാണ് ടെക്നിക്ക് ഇതിൻ്റെ. മനസ്സിലായോ? അപ്പം നിന്നു അല്ലേ? അത് വെള്ളം കൂടി ചെയ്യുമ്പോൾ ഈ കുതിര കറങ്ങുമ്പോൾ ആ ടാപ്പിൽ കൂടെ വെള്ളം വരും. അതിൻ്റെ ടെക്നിക്ക്. കുത്തുമീനാർ കണ്ടോ? കുത്തുമീനാറിൻ്റെ കണ്ടോ, അതിൻ്റെ ആ ചെരുവ് വരെ കൈ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ചെരുവ് കറക്റ്റായിട്ടാണോ കുത്തുമീനാർ ഞാൻ നോക്കിക്കോ, യൂട്യൂബിൽ അടിച്ച് നോക്കും. ഇത് മുറിച്ചിക്കല്ലിപ്പാ. ഇതെല്ലാം ഞാൻ തന്നെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. കൈ കൊണ്ട് ഉണ്ടാക്കിയല്ലേ? കൈ കൊണ്ട് എന്നുവെച്ചാൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. സ്വന്തമായി ഓരോ സമയത്തും ചേട്ടൻ എന്താണോ കൈ കിട്ടുന്നത് അത് വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ തൂക്കിയിടും. ഇതാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കാലങ്ങൾ കൊണ്ട് ചെയ്താണ് ഇതെല്ലാം. ഇനിയുള്ളത് ഒരു കൊച്ചു കുട്ടി മുള്ളുമ്പോഴത്തേക്കും അതിൻ്റെ മോട്ടർ കറങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ അതിച്ചിരി മാറിയാണ് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മോട്ടർ കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ മോട്ടർ കറങ്ങും. ഇതാണ് അടുത്തത്. പിന്നെ ചേട്ടൻ പറയുന്ന ആ കൊച്ചിൻ്റെ അപ്പൻ അവിടെ തന്നെ ചൂണ്ടയിടുന്നുണ്ട്. അതിൻ്റെ അപ്പനുള്ള ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് അപ്പൻ ചൂണ്ട. അങ്ങനെ മീനൊക്കെ പിടിക്കണം. ഇതിനകത്തുനിന്ന് മീൻ പിടിക്കും. അതിനകത്തൊരു മീനുണ്ട്. ഇനി പോകുന്ന ഒരു മദാമ്മയെ കാണാനാണേ. അത് ഏത് രാജ്യത്തെ മദാമയെന്ന് പറയാം? ഏത് ഇതോ? ഏത് രാജ്യത്തെ മദാമയാണ്? പ്രേക്ഷകരോടാണ് ക്വസ്റ്റ്യൻ. ഏത് രാജ്യത്തെ മദാമയാണത്? കണ്ടോ, മദാമേൻ്റെ അവിടെ അതിൻ്റെ സെൻസർ, അതിൻ്റെ അടുത്ത് നിന്ന് മുള്ളു വരും. കണ്ടോ 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 കണ്ടോ, സെൻസർ കണ്ടോ? നമ്മൾ അടുത്ത് ചെന്നത് മുള്ളുവോ? ഞാനും പറഞ്ഞില്ല, കണ്ടോ സെൻസറാണ്. അടുത്ത് ചെല്ലുമ്പോൾ മുള്ളു. ചേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ട് മദാമയിൽ സെൻസർ വെച്ചിരിക്കുകയാണ്. അപ്പം മദാമയുടെ അടുത്തേക്ക് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ സെൻസർ അത് ഡിറ്റക്റ്റ് ചെയ്യുകയും അവരുടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ്റെ മുഴുവൻ പരിപാടികളും വെള്ളത്തിലാണ് കേട്ടോ. മണ്ണിൻ്റെ അടിയിൽ കൂടെ പൈപ്പ് ഇട്ടിട്ട് വെള്ളം എടുത്തിരിക്കുക. അതിൽ കുറേ കഷ്ടപ്പെട്ടുണ്ട്. അപ്പോൾ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ പാത്തിരിക്കുന്ന തത്തമ്മയാണ്. ആരെങ്കിലും അതിനെ കണ്ടുപിടിച്ചതിന് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ ദേഹത്തേക്ക് അത് തുപ്പി വെക്കും. ഈ സ്പൈഡർമാനാണോ? അവനെ ഒന്ന് പിടിച്ച് താഴോട്ട് നിർത്താവോ? പണി കിട്ടും ചിലപ്പം. വെടി നീ എടുത്തോ, അവനെടുത്ത പയ്യെ താഴോട്ട് നിർത്തിക്കുക. പയ്യെ താഴോട്ട് എടുത്തോ കണ്ടോ കണ്ടോ, മുള്ളും താഴെ എടുത്താൽ അവൻ മുള്ളും. നോക്കട്ടെ, താഴെ വെക്കുമ്പോൾ മുള്ളും. കണ്ടോ മുള്ളുന്നുണ്ടോ?
കണ്ടോ കറണ്ട് കണ്ടോ എവിടെയാണ് വരുന്നത് ഇതുണ്ടോ രണ്ടേ ഓ അത് കത്തിക്കഴിഞ്ഞു. അത് കണ്ടു മറ്റൊന്നും കിടക്കാൻ തുടങ്ങിയല്ലോ. നമ്മൾ ഡാമുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം ഡാമിൽ നിന്ന് വെള്ളം വരുന്ന പോലെ വെള്ളം വരുന്നുണ്ട്, ചക്രങ്ങൾ കറങ്ങുന്നുണ്ട്. അവിടെ നിന്നുള്ള വൈദ്യുതി കറണ്ട് വന്നിട്ട് ആ വിളക്ക് കത്തിക്കുന്നത്. ചേട്ടൻ എന്തൊക്കെയോ ചെയ്യാൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പേടിയാണ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഫെബിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പൂവെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അവനൊരു സമ്മാനം കിട്ടുമെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്ത് സമ്മാനമാണ്. അവന് ശരിക്കും പേടിയുണ്ട് കേട്ടോ, തലയിലേക്ക് വല്ല ബോംബും വീഴുമോയെന്ന്. ആ ഒരു രക്ഷപ്പെട്ട് പുറത്ത് വീണതിന് പകരം തലയിൽ വീണിരുന്നെങ്കിൽ ഇവനും വല്ല ഐസക് ന്യൂട്ടനൊക്കെ ആയിപ്പോയേനെ കേട്ടോ. ഈ മരം കരയും. നിങ്ങൾ ചോദിക്കണം ഇനി എന്താ പുഷ്പിക്കാഞ്ഞെന്ന് ചോദിക്കും. എന്താ മരുമേ നീ പുഷ്പിക്കാത്ത? കണ്ടോ കരിയാണോ കണ്ടോ കരിയാണോ ചോദിച്ചോണ്ടേ കരയുമല്ലേ? ഒന്നുകൂടെ ചോദിക്കും എന്താ മരമേ പുഷ്പിക്കാത്ത? കണ്ടോ കരിയാണോ. അപ്പൊ കരയുന്ന മരമാണ്. എന്താ മരമേ പുഷ്പിക്കാത്തെന്ന് ചോദിച്ച ഉടനെ സങ്കടം കാരണം അത് കരയും. അത് കണ്ണാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്ന മാക്രിയാ. മാക്രി വിളിച്ചാടാ കണ്ടോ മാക്രി വിളിച്ചേ കണ്ടോ കണ്ടോ ടെക്നിക്ക് ഞങ്ങൾക്ക് പിടി കിട്ടി കേട്ടോ. ചേട്ടൻ നിൽക്കുന്ന സ്ഥലത്ത് കാല് പ്രസ് ചെയ്യുമ്പോഴാണ് ഓരോന്നിനകത്തുനിന്ന് വെള്ളം വരുന്നത്. പേടിയാവുന്നു. നിഗൂഢമായ ഏതോ സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ഇതിനകത്തൊരു കുരങ്ങുണ്ട്. പറയാവോ? കാണാവോ? കുരങ്ങേത് വിളിച്ചേ. കുരങ്ങേ കണ്ടോ ചുമ്മാ കുരങ്ങേത് വിളിച്ചേ കണ്ടോ. ഇനി ഈ സാധനം ഞാൻ ഒറ്റ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാനിത് ഒരു കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ കൈക്ക് ഒരു ഓപ്പറേഷൻ ആയിരുന്നു. കണ്ടോ മലയാളം വെള്ളം വേണമല്ലോ. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മറ്റേ കൈ കൊണ്ട് മാത്രം കൈ ഈ കൈ കെട്ടിക്കിട്ടുണ്ട്. ഇത് തന്നെ ഒരു കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഈ ഓരോ കല്ലെടുത്ത് വെച്ച് സിമെന്റ് ഉണ്ടാക്കിയതാണ്. മലയാള വെള്ളച്ചാട്ടം കണ്ടോ. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണമാണ് ഈ കാണുന്ന ഇവന്റെ പേരെന്നാ? ജാക്കി. ഇവിടെ കയറി ഇപ്പുറത്ത് ഇങ്ങപ്പുറം നിൽക്കടാ. ഇവിടെ നിൽക്കടാ. ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കടാ. ചെരിഞ്ഞിരിക്കാൻ ഇവിടെ ചെരിഞ്ഞിരിക്കണം. ആ അതോ എടേ ചെരിഞ്ഞ് അങ്ങനെ ചെരിഞ്ഞിരിക്കും കണ്ടോ. ആ അവിടെ ചെരിഞ്ഞ് നിന്നാൽ മതി. ഇവിടെ ചെരിഞ്ഞ് നിൽക്കണം അങ്ങനെ. ആ ചെരിഞ്ഞേന്ന് ആ കണ്ടോ. ആ ആ ആ അവനെങ്ങനെ തോന്നണ ചെരിഞ്ഞ് നിൽക്കണം കേട്ടോ. അപ്പം മദാമയും കുരങ്ങനും കുതിരയും തവളയൊന്നും മാത്രമല്ല, ഇവിടുത്തെ നായ്ക്കുട്ടിയും ചേട്ടൻ പറഞ്ഞ അനുസരിക്കും. വളരെ സ്നേഹത്തോടെയാണ് ചേട്ടൻ എല്ലാത്തിനും പരിപാലിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടയം ജില്ലയിലെ പരിപ്പിലുള്ള ഈ ഒരു കൊച്ചു വീട്ടിലെ കൗതുകങ്ങൾ. ചേട്ടൻ ഒരുപാട് നാളെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ മണിയൊക്കെ ഉണ്ട്. ഇവിടെ വരുന്നവരോടൊക്കെ സംസാരിക്കാനായിട്ട് ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സ്നേഹമാണ്. ഒരു ആരും അറിയപ്പെടാതെ പോകുന്ന ഒരു കലാകാരനാണ്. വളരെ നാളത്തെ പ്രയത്നം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് സന്തോഷിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ചേട്ടന് നിങ്ങൾ ആവശ്യമുള്ള അത്രയും കമൻറ്റും ലൈക്കും ഒക്കെ കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ചേട്ടനെ എല്ലാവരും അറിയട്ടെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചേട്ടന് ഒരു പ്രചോദനമാകട്ടെ. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നമുക്ക് അതുപോലെ ശരിക്കും പുതിയ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ട് വരുന്ന കുട്ടികളും നാട്ടുകാരും ഒക്കെ അറിയാനായിട്ട്, ഈ നാട് തന്നെ അറിയാൻ വേണ്ടിയിട്ട്, പരിപ്പെന്നുള്ള നാടും കൂടുതൽ ആൾക്കാരിലേക്ക് അറിയട്ടെ. എല്ലാവരും ചോദിക്കാറുണ്ട് പരിപ്പ് കൂടുതൽ കഴിക്കുന്നുണ്ടോ എന്ന്. അതുകൊണ്ടല്ല, ഭരണം നടന്നുകൊണ്ടിരുന്ന കൊട്ടാരം ഉണ്ടായിരുന്ന സ്ഥലമാണ്. പരിപ്പ് മാറിയിട്ട് പരിപ്പായതാണ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നത് വരേക്കും ബായ്.